ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഞാനങ്ങനെ സ്ഥാനാർത്ഥിയായ ഒന്ന് മതിയായിരുന്നു. എന്താ അമ്മ കണ്ണു തുറന്നു കിടന്ന് സ്വപ്നം കാണുവാണോ? ആ എനിക്കെന്താടി സ്വപ്നം കാണാൻ അവകാശമില്ലേ? ഓ അതെ, ഞാനൊരു പഞ്ചായത്ത് പ്രസിഡന്റായ എങ്ങനെ ഇരിക്കും സോനെ? പഞ്ചായത്ത് പ്രസിഡന്റിന് പ്രത്യേകിച്ച് കൊമ്പൊന്നുമില്ലല്ലോ. അമ്മ പഞ്ചായത്ത് പ്രസിഡന്റായ അമ്മയെ പോലെ തന്നെ ഇരിക്കും. ഒന്ന് പോയി. എന്നാലുവേ ആ സ്ഥാനത്തിന് ഒരു ഗമയില്ലേടി, ഒരു തലയെടുപ്പില്ലേ? ആ അതൊക്കെയുണ്ട്. പക്ഷേ നടക്കാത്ത കാര്യം സ്വപ്നം കണ്ടിട്ട് കാര്യമില്ലല്ലോ അമ്മ. അതെ, നമ്മൾ അതിയായിട്ട് ആഗ്രഹിച്ച നടക്കാത്തതായിട്ട് ഒന്നുമില്ല സോനെ. അതെ, ഞാൻ വെറുതെ ആഗ്രഹിച്ചതല്ലോ. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന ആവശ്യവുമായി പാർട്ടിക്കാർ എന്റെ വീട്ടിൽ വന്നതുകൊണ്ടുണ്ടായ ആഗ്രഹമല്ലേ? അവരിനി വന്നില്ലെങ്കിലോ അമ്മ? വന്നില്ലെങ്കിൽ അങ്ങ് പോട്ടടി. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മാത്രമല്ലേ കാശ് കെട്ടിവെക്കേണ്ടു. പ്രസിഡന്റ് ആവുന്ന സ്വപ്നം കാണാൻ കാശൊന്നും കെട്ടിവെക്കേണ്ടല്ലോ. അങ്ങനെ കരുതാൻ അമ്മയ്ക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റ് ആവുന്നത് വരെ അമ്മ സ്വപ്നം കണ്ടോ, ഒരു കുഴപ്പമില്ല. സ്വപ്നം നടക്കാത്തതിന്റെ പേരിൽ വട്ടൊന്നും ആവില്ലല്ലോ. എടി എടി നിക്കടി അവിടെ. അതെ എടി, ഞാൻ ഇങ്ങോട്ട് വന്ന ശേഷമേ അനുപമ എന്തു പറഞ്ഞു? ഓ അല്ല, ഞാൻ മത്സരിക്കട്ടെ എന്ന് അവള് പറഞ്ഞത് ആത്മാർത്ഥമായിട്ട് തന്നെയല്ലേ? അതൊക്കെ ആത്മാർത്ഥമായിട്ടാ. ആ അമ്മ മത്സരിച്ച ഏട്ടത്തി കൂടെ നിക്കുക ജി. ആ പക്ഷേ അമ്മയ്ക്ക് മത്സരിക്കാൻ സീറ്റ് കിട്ടണ്ടേ? അതിനുവേണ്ടി ഏട്ടത്തിക്ക് ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ. നമുക്ക് നോക്കാടി സോനെ. കുടുംബത്ത് വന്നു കയറിയ മഹാഭാഗ്യവേ അങ്ങനെ അങ്ങ് തട്ടിക്കളയാൻ പറ്റില്ലല്ലോ. ഞാനേ നാളെ അനുപമയും കയ്യിലെടുത്ത് ഒന്നിറങ്ങാൻ പോവാ. അവളെ തേടി വന്ന അവസരം അവളിലൂടെ എന്റെ കയ്യിലെത്തിക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. അമ്മയപ്പ പഞ്ചായത്ത് പ്രസിഡന്റ് ആയേ അടങ്ങുള്ളൂ എന്നുള്ള വാശിയിലാണല്ലേ? അതെടി, ഇതുപോലൊരവസരം ഇനി ഈ കുടുംബത്തിൽ വന്നു ചേരില്ല. എന്തായാലും അനുപമ എനിക്ക് അംഗീകരിക്കേണ്ടി വന്നു. അപ്പൊ പിന്നെ അതിന്റെ പേരിൽ എനിക്കും വേണ്ടേടി എന്തെങ്കിലും ഒരു നേട്ടം. ഇതേ ഞാനേ അവളിലൂടെ നേടിയെടുക്കും. മനസ്സിലായോ? ചെല്ല്. ശരി.
വാ മോളെ വാ, അച്ഛമ്മ മോന് പ്രസാദം തൊടിയിപ്പിച്ചു തരാം. കാണിച്ചേ. ആ, സുശീലെ അനുമോളം തന്നെയല്ലേ അത്? സന്തോഷായോ കുട്ടന്? ഓ എന്റെ ദേവി, ഇതൊരു മഹാത്ഭുതം തന്നെയാണല്ലോ എന്റെ ഭഗവതി. അമ്പൂറ്റി തൊഴുതില്ലേ മോനെ? ഇനി നമുക്ക് പോവാം. മോൻ നന്നായി പ്രാർത്ഥിച്ചോ? അച്ഛനു വേണ്ടി പ്രാർത്ഥിച്ചോ? അമ്മയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചോ? നന്നായി. ആ, സന്തോഷായി. ഞാൻ മരിക്കുന്നതിന് മുൻപ് സുശീലെ അനുമോളും ഇതുപോലെ ഒരുമിച്ച് ജീവിക്കുന്നത് കാണാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. ദേവി, അത് നീ എനിക്ക് സാധിച്ചു തന്നു. പ്രാർത്ഥിച്ചില്ലേ? ഇനി നമുക്ക് പോയാലോ? മക്കളെ, ഭാനുമ്മ വരുന്നുണ്ട്, വാ. ഭാനുമ്മേ, എന്താ ഈ നോക്കുന്നേ? ഭാനുമ്മ എന്താ ഇങ്ങനെ നോക്കുന്നേ? അല്ല, ഞാൻ ഈ കാണുന്നത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നറിയാതെ നിന്നു പോയതാ. സ്വപ്നമൊന്നും അല്ല ഭാനുമ്മേ, ഞങ്ങളിപ്പോ ഇങ്ങനെയാ. എന്റെ വാശിയും വൈരാഗ്യവും വെറുപ്പും ഒക്കെ ഞാൻ മാറ്റിവെച്ചു. ഇപ്പൊ നെഞ്ചത്ത് നിന്ന് വലിയൊരു ഭാരം ഇറക്കി വെച്ചതുപോലൊരു ആശ്വാസമാ. അല്ല, ഇപ്പോഴെങ്കിലും അഹങ്കാരത്തിന്റെ ആ ഭാരം ഇറക്കി വെക്കാൻ നിനക്ക് തോന്നിയല്ലോ സുശീലേ. ഈശ്വരനോട് നന്ദി പറയാം.